ഹലോ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. സൈറ്റിൽ ഇൻസിഡൻ്റ് ഒക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതും പേഷ്യനെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് ചെറിയ ചെറിയ ഇഞ്ചുറി ഒക്കെ ഉണ്ടായ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്ത സൈറ്റ് നമ്മുടെ ആ സൈറ്റിന് മേളിലൊരു ഒരു എക്സ്പെൻസ് വരുന്നുള്ള രീതിയിൽ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതിനെ മനസ്സിലാക്കിയത് വേറെ രീതിയിലാണ്. ആംബുലൻസ് വിളിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സൈഡിലാണെന്നുണ്ടെങ്കിൽ ആംബുലൻസ് വിളിക്കണം. ഇവിടെ ആണെന്നെങ്കിൽ ദുബായിലാണെന്നെങ്കിൽ അല്ലെങ്കിൽ യു എയിൽ എവിടെ ആണെന്നെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്തൊരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആംബുലൻസ് വിളിക്കുക. ഹെൽത്ത് അതോറിറ്റി പറയുന്ന കാര്യം വെച്ചിട്ട് ഇത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാനുള്ള, കാരണം ആംബുലൻസ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു സർവീസാണ്. ഓക്കെ, അപ്പം ആ ആംബുലൻസാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആംബുലൻസാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. നമുക്കാണെന്നെങ്കിൽ സൈഡിലൊരു ഇഞ്ചുറി ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആംബുലൻസിനെ കോൺടാക്ട് ചെയ്ത് വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വീണ്ടും വീണ്ടും പറയുന്നു, ആംബുലൻസിനെ വിളിക്കുന്നതിനകത്ത് ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ആംബുലൻസിനെ വിളിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞതാണെന്നെങ്കിൽ വേറെ രീതിയിലാണ്. അപ്പം അതിനെ ഈ രീതിയിലോട്ട് കണ്ട് മനസ്സിലാക്കി വെക്കരുത്. ആംബുലൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു ആളുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് സൈറ്റിൽ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. സൈറ്റിൽ നമുക്ക് ഇഞ്ചക്ഷൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു ക്യാനിലൊന്നും ഇടാൻ പറ്റില്ല. അപ്പം നമുക്കൊരു പെട്ടെന്നൊരു എമർജൻസി വന്നു, പേഷ്യൻ്റ് ആണെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് വീണു, അതാണെങ്കിൽ തലകറങ്ങി വീണു, നമുക്ക് സൈറ്റ് ദൂരമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ആണെന്നുണ്ടെങ്കിൽ സൈറ്റിൽ നിന്നൊരു കോൾ മെയിൻ്റെനൻസിന് വരുവാണ്, ഇന്നടുത്താണെന്നുണ്ടെങ്കിൽ ഒരാൾ അൺകോൺഷ്യസ് ആയിട്ട് വീണ് നടക്കുന്നു. അവിടം വരെ എത്താൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റ് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് ആംബുലൻസിനെയും കൂടി കോൺടാക്ട് ചെയ്ത് ചെയ്യാം. അതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ പ്രയോറിറ്റി ആംബുലൻസിന് കൊടുക്കുക. വീണ്ടും വീണ്ടും പറയുന്നു, ആംബുലൻസാണ് പ്രയോറിറ്റി. നമ്മുടെ സൈറ്റിൽ ഒരു മെയിൻ്റെനൻസ് ഉണ്ടോ ഇല്ലയോ, പക്ഷേ പ്രയോറിറ്റി ആംബുലൻസ് തന്നെയാണ്. ഔട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കും.